Hello guys, welcome back. അപ്പോൾ ഗൈസ് ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കണം കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നത്. കാരണം അടിപൊളി ഫോട്ടോസൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ എങ്ങനെ നമ്മൾ ക്ലിയറായിട്ട് നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പാടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പാടില്ല, നമുക്ക് എന്ത് നേരെ വീഡിയോക്ക് പോകാം. ഗൈസ് നമ്മൾ നേരെ എന്ത് ചെയ്യാൻ പോവാണ്, ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണ്ടെന്ന് നോക്കാൻ പോകാൻ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറും ഒരു എഡിറ്റ് ആയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പം ഗായ്സ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ജസ്റ്റ് എന്ത് ചെയ്യാം, ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വന്നിട്ട് നമ്മൾ ഫോട്ടോസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. ഞാൻ നമ്മുടെ സെർച്ച് ചെയ്യാൻ പോകണത് ത്രീ ഡി അടിച്ചെടുക്കാം. നമ്മൾ ത്രീ ഡി അടിച്ചിട്ട് ത്രീ ഡി ആകുമ്പോൾ കിട്ടുമെന്നറിയില്ല. ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നേരെ ഇമേജസിൽ വരണം. ഇമേജസിൽ വന്നാൽ നമ്മളിവിടെ കുറേ ഫോട്ടോസുകൾ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസുകൾ ഇവിടെ കുറേ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോയ്ക്ക് വേറെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ ഹോംക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ പ്രൊസീജിയർ ഉണ്ട് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോണത് ഇത് ബാക്ക്ഗ്രൗണ്ടും ഈ ഫോട്ടോ തമ്മിൽ ജസ്റ്റ് ഇതാക്കാൻ കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യാണ്, അടുപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ അതിനായിട്ട് എടുക്കണ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ടിലാണ്. അപ്പം ഇൻഷോട്ടിൽ ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും കഴിച്ചോട്ടെ, ഇൻഷോട്ടിൽ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോസിൽ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതെടുത്ത ഫോട്ടോ നമ്മൾ അതിൻ്റെ മുന്നേ ഗാലറി പോകണം കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് എഡിറ്റിൽ പോകാൻ കേട്ടോ. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം. അപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് കിട്ടും, അത് സേവ് കൊടുക്കാം. ആ ഭാഗം മതി നമുക്ക്. എന്നിട്ട് നമ്മൾ നേരെ ഇൻഷോട്ട് പിന്നെ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരെ അതേ പ്രൊസീജിയർ ഫോട്ടോസിൽ പോവുക, ഇതിൽ പോവുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നേരെ നമ്മൾ എടുത്ത ഫോട്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ കട്ടൗട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ എന്തെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും മായ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് ബാനർ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകും. ബാനർ പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ബാനറാണ് വേണ്ടിയിട്ട് യൂട്യൂബ് ബാനർ, ഇൻസ്റ്റാ ബാനറാണ് വേണ്ടിയിട്ട് ഇൻസ്റ്റാ ബാനർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഫിൽറ്ററൊക്കെ നമുക്ക് എഴുതി ചെയ്യാൻ പോകും. അപ്പോൾ നമ്മളിവിടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ അത് എഴുതി ചെയ്യണ്ട, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യാൻ പോണേ ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ബാനറാക്കാൻ പോവാണ്. യൂട്യൂബ് ബാനറാക്കി കഴിഞ്ഞിട്ട് യൂട്യൂബ് ബാനറോ അല്ലെങ്കിൽ സാധാ ബാനറൊക്കെ ആക്കിയാൽ മതി. സാധാ ബാനറാണ് നല്ലത്. സാധാ ബാനറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓരോ ഓപ്ഷൻ കാണിക്കുന്നത്. നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ വിളിക്കാം കേട്ടോ പൈസയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗാലറിൻ്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ടാവും, അവിടെ പോവാൻ. നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടാവും, ക്രോപ്പ് ചെയ്ത ഫോട്ടോ, അതിങ്ങനെ ബ്ലറായിട്ടുണ്ടാവും, അതിങ്ങനെ കൊടുക്കാനുണ്ടാവും. അത് നമ്മളെ ഫോട്ടോ എവിടെ വേണ്ടിച്ചാൽ ജസ്റ്റ് ഇല്ല ഇതേപോലെ കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ഫോട്ടോ ഇവിടെ സെറ്റായിട്ട് അഡാറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ പറഞ്ഞാൽ. അപ്പോൾ അഡാറായിട്ട് നമ്മളിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. വേണമെച്ചാൽ ഇങ്ങനെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് എഡിറ്റിങ് കാണിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വേണമെച്ചാൽ ഇതൊന്ന് സേവ് ചെയ്യാൻ കേട്ടോ. ഒന്ന് സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സെറ്റ് നമ്മളെടുത്ത ഫോട്ടോ എന്താക്കി കട്ടൗട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ എങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതും സിമ്പിളാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോട്ടോ എടുക്കണ്ട. വേറെ ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കാനുണ്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോയിലായിട്ട് എഡിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് അതേപോലെ പ്രൊസീജിയർ എന്ത് ചെയ്യുക, നമ്മൾ കട്ടൗട്ട് കൊടുക്കണ്ട. കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും കേട്ടോ. ഇപ്പോൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ കിട്ടും. പിന്നെ ബാക്കിയൊന്നും ഇവിടെ ചെയ്യാല്ല. നമുക്ക് വേണ്ട സൈസൊക്കെ ഇതാക്കി വെക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ വെക്കണുള്ളൂ കേട്ടോ ഗൈസൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ പോകാണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് പോകണം. ബാക്ക്ഗ്രൗണ്ട് കട്ടപ്പിൻ്റെ പോകണം. പിന്നെ അതിൽ ഗാലറി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവാം. അതിൽ കാണിക്കുന്നില്ല, അവിടെ ഒരു ഫോട്ടോ പോലത്തെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ ഉണ്ട്, ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോ അത് ഇത്തിരി സേവ് ആയിട്ടുണ്ടാവും. അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ബ്ലറായിട്ടാവും കണക്ക് ഉണ്ടാകുക. അങ്ങനെ ബ്ലഡ് മാറ്റി കൊടുക്കുക. ബ്ലഡ് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ഫോട്ടോനെ എവിടെ വെക്കേണ്ടി വെച്ചിട്ട് അവിടെ വെക്കുക. അങ്ങനെ വെക്കാം. ഈ ഫോട്ടോ ഇതിൽ ഏടായില്ല. അങ്ങനെ നല്ലൊരു ഇതിൽ കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ എന്നിട്ട് ഇതെന്ത് ചെയ്യുക, എന്നിട്ട് ഇത് സേവ് കൊടുക്കാം കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നിട്ട് അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതിന് നല്ല പുതിയൊരു അഡാർ വീഡിയോ ഇനി വരാം. അതുവരെ